അനുഗ്രഹത്തിൻ ജൂബിലി, അഭിഷേകത്തിൻ ജൂബിലി, ജൂബിലി. ഒന്നായി ചേരാം, ഒന്നായി പാടാം ജൂബിലി. ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ഈശോയുടെ നിത്യസഹചാരികളായി ജീവിതമർപ്പിക്കാൻ ദൈവഹിതപ്രകാരം 1888 ഡിസംബർ 14 അഭിമന്യ ചാൾസ് ലെവിഞ്ഞി പിതാവിൻ്റെ അനുഗ്രഹാശസ്സുകളോടെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ ക്ലാരയുടെയും ആത്മീയ ചൈതന്യത്തിൽ സ്ഥാപിതമായ സന്യാസ സമൂഹമാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭ. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ സന്യാസിനി സമൂഹം, കേരള സഭയിലെ രണ്ടാമത്തേതും. വെറും 8 പേരിൽ ആരംഭിച്ച ഈ സമൂഹം ഇന്ന് 7000-ഓളം സന്യാസിനികൾ വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന, തിരുസഭാ തരുവിനെ അലംകൃതമാക്കുന്ന മനോഹര ദളങ്ങളായി വിടർന്ന് പുഷ്പിച്ച് ലോകമാസകലം സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നു. സമർപ്പിത ജീവിതത്തിൻ്റെ ഉത്തമ സാക്ഷ്യമായി മാറിയ ക്ലാരസഭയിലൂടെ ഭാരതസഭയ്ക്ക് ദൈവം നൽകിയ ആദ്യത്തെ വിശുദ്ധ സൂനമായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. സഹനത്തിൻ്റെ വിശുദ്ധ സൂനമായി തിരുസഭയ്ക്കും ലോകത്തിനു തന്നെയും അനുഗ്രഹത്തിൻ്റെ സ്വർഗവാതിൽ തുറന്ന ആ ചെറുസൂനം വിടർന്നത് കോട്ടയം ജില്ലയിലെ കുടമാളൂരിലാണ്. കുടമാളൂരിലെ മുട്ടത്തുപാടം ഭവനം അവളുടെ കളിച്ചിരികളും ബാല്യത്തിൻ്റെ വിശുദ്ധ സ്പന്ദനങ്ങളും കൗമാരത്തിൻ്റെ പുണ്യചാരുതയും അലയടിച്ച ഈ ഭവനം FCC കോൺഗ്രിഗേഷൻ ഏറ്റെടുത്തിട്ട് 50 വർഷം തികയുന്ന ഈ സുവർണ നിമിഷത്തിൽ ചരിത്ര വഴികളിലേക്ക് ഒരു ചെറു സഞ്ചാരം. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹനത്തിൻ്റെയും ദീപസ്തംഭമായ അൽഫോൻസാമ ഇന്ന് ലോകമാസകലം അറിയപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ഒരു വിശുദ്ധയാണ്. മഠത്തിൻ്റെ 4 ചുവരുകൾക്കിടയിൽ ഒതുങ്ങിക്കൂടാൻ, ആരാരും അറിയപ്പെടാതെ കഴിയാൻ ആഗ്രഹിച്ചിരുന്ന അൽഫോൻസാമ എങ്ങനെയാണ് ഇന്ന് ലോകമാസകലം അറിയപ്പെടുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അൽഫോൻസാമ എത്രമാത്രം തന്നെത്താൻ താഴ്ത്തിയോ അത്രമാത്രം അവൾ ഉയർത്തപ്പെട്ടു. ദൈവത്തിൽ നിന്ന് സ്നേഹപൂർവ്വം ലഭിച്ച സഹനങ്ങളെ വിശുദ്ധ ജോബിനെ പോലെ പരാതി കൂടാതെ, പരിശുദ്ധ മറിയത്തെ പോലെ നിശബ്ദയായി, ദാനിയേലിനെ പോലെ പാട്ടുപാടി അവൾ സ്വീകരിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും എന്ന വചനങ്ങളിൽ അൽഫോൻസാമ ഉറച്ചു വിശ്വസിച്ചു. വിശുദ്ധിയുടെ പടവുകൾ കയറാൻ അന്നക്കുട്ടിക്ക് വിളനിലമായ കുടമാളൂരിലെ ഈ കൊച്ചു ഭവനത്തിന് കഥകളേറെയുണ്ട് പറയാൻ. ഒരു മനുഷ്യൻ്റെ ജീവിത രൂപീകരണത്തിൽ അവരുടെ ബാല്യവും കൗമാരവും അവർ ചെലവിട്ട ഭവനം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ വിശുദ്ധ അൽഫോൻസാമയുടെ ബാല്യ കൗമാരങ്ങളിലെ നിഷ്കളങ്കമായ ദൈവാന്വേഷണത്തിൻ്റെ ഈറ്റില്ലമെന്ന് പറയാം ഈ കൊച്ചു ഭവനത്തെ. 1975 സെപ്റ്റംബർ 8 വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹം ഫ്രാൻസിസ്കൻ ക്ലാരസഭയ്ക്ക് സ്വന്തമായി ലഭിക്കുന്നത്. ഈ നാട്ടുകാരി തന്നെയായിരുന്ന ബഹുമാനപ്പെട്ട സെയിൽസമ്മ പോത്താലിലായിരുന്നു ആദ്യത്തെ സുപ്പീരിയർ. അൽഫോൻസാമയുടെ ജ്യേഷ്ഠ സഹോദരിയായ പെണ്ണമ്മയുടെ ഇളയ മകൾ തെർമയിൽ നിന്നാണ് ഈ ഭവനം നമുക്ക് ലഭിക്കുന്നത്. തെർമയും കുടുംബവുമായിരുന്നു അന്നിവിടെ താമസിച്ചിരുന്നത്. ആ സ്ഥലം വിട്ടു പോകാനായിട്ട് അധികാരികൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ പകരം സ്ഥലം അവർക്ക് അവരുടെ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് പകരം നമ്മൾ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു. അത് വാങ്ങിയതിന് വേണ്ടി സൈൻ ചെയ്യാനായിട്ട് എന്നെ വീണ്ടും
ഇരവേറമടത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇന്ന് നാം കാണുന്ന ഈ അൽഫോൻസ ഭവൻ പണ്ട് ചെറിയൊരു വീടായിരുന്നു. ആ ചെറിയ വീട്ടിലാണ് ആദ്യത്തെ കമ്മ്യൂണിറ്റി താമസം ആരംഭിക്കുന്നത്. പിന്നീട് 1989 നമ്മുടെ ഇപ്പോൾ കാണുന്ന മനോഹരമായ ചാപ്പൽ നിർമ്മിക്കുന്നത്. അപ്പോൾ 87 വരെ ഈ ചെറിയ വീട്ടിലായിരുന്നു സിസ്റ്റേഴ്സ് താമസിക്കുന്നതും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ജപമാല അർപ്പിക്കുന്നതും സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്നതുമൊക്കെ. 17ാമത്തെ വയസ്സിൽ ഈ വീട്ടിൽ നിന്നാണ് 1927 അൽഫോൻസാമ്മ ഭരണങ്ങാനം ക്ലാരമഠത്തിലേക്ക് അർദ്ധിനിയായി പോകുന്നത്. അന്ന് അവൾ ഇറങ്ങിപ്പോയ ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഇന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും അൽഫോൻസാമ്മ കിടന്ന കട്ടിൽ, ജനിച്ച മുറി, അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് കടക്കുമ്പോൾ പണ്ട് ചാണകം മെഴുകി സൂക്ഷിച്ചിരുന്ന ആ വീട് അതുപോലെ തന്നെ പാരമ്പര്യം നിലനിർത്തി. അൽഫോൻസാമ്മയുടെ പാദങ്ങൾ പതിഞ്ഞത് ചാണകം മെഴുകിയ തറയിലായിരുന്നു. ആ ഒരു പാരമ്പര്യം പിൽക്കാല തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്തൊരു മുറി ഇന്നും ചാണകം മെഴുകി സൂക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് ചാണകം മെഴുകുന്നത് ഞങ്ങളല്ല, ഇവിടെ വരുന്ന ഭക്തജനങ്ങളാണ്. അവിടെ ചാണകം മെഴുകി പ്രാർത്ഥിച്ചാൽ അവരുടെ കാര്യങ്ങൾ സാധിക്കുമെന്നാണ് വിശ്വാസം. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത മുറിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അൽഫോൻസാമ്മയുടെ ഇച്ചാച്ചൻ കിടന്നിരുന്ന മുറിയാണ്. ഇനി ഈ വീടിൻ്റെ പുറത്തേക്ക് നാം ഇറങ്ങുമ്പോൾ അൽഫോൻസാമ്മയുടെ ഓർമ്മകൾ എപ്പോഴും നമുക്ക് തരുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അൽഫോൻസാമ്മയുടെ വീട്ടുകാർ വൈദ്യന്മാരായിരുന്നു. കുട്ടൻ വൈദ്യൻ എന്ന് നാട്ടുകാരെ വിളിച്ചിരുന്ന അൽഫോൻസാമ്മയുടെ പിതാവ് നല്ല രീതിയിൽ പ്രശസ്തി ആർജിച്ച ഒരു കണ്ണുവൈദ്യനായിരുന്നു. ചെമ്പകശ്ശേരി രാജാക്കന്മാരാണ് മുട്ടത്തുപാടം കുടുംബക്കാരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. മുട്ടറ്റപാടം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിലം നികത്തി കരയാക്കി വീട് പണിയിപ്പിച്ചു കൊടുത്തതാണ്. ആ ഒരു പാരമ്പര്യം അവരെന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ കുട്ടൻ വൈദ്യൻ ഔഷധങ്ങൾ വീടിന് ചുറ്റും നട്ടുപിടിപ്പിക്കുകയും അത് തൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കൂവളം, അതിൻ്റെ 3ാമത്തെ തലമുറ ഇന്നും ഇവിടെ നിൽക്കുന്നുണ്ട്. ആദ്യത്തെ കൂവളത്തിൽ നിന്ന് നമ്മൾ കൂവളം നിലം പൊത്തിയപ്പോൾ മുറിച്ചെടുത്ത തടിയുടെ ഒരു കഷ്ണം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നു അൽഫോൻസാമ്മയുടെ വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന കിണർ. ആ കൊച്ചു പെൺകുട്ടിയായിരിക്കുമ്പോൾ അതിലെ വെള്ളം കുടിച്ചിരുന്നു. പിൽക്കാലം ആ വെള്ളം തീർത്ഥജലം പോലെ അതിപാവനമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. രോഗങ്ങൾക്ക് വേണ്ടിയും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിന്, സുഖത്തിന് വേണ്ടി, മനഃശാന്തിക്ക് വേണ്ടിയൊക്കെ ആ വെള്ളം കോരി തലയിൽ ഒഴിക്കുകയും നെറ്റിയിൽ പുരട്ടുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭക്തരെ ഇന്നും നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ മഠത്തിൽ, ഈ ഭവനത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. ചാപ്പലിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത്. ആ സ്ഥലം പണ്ട് ഒരു ചൂണ്ടപ്പന നിന്ന ഒരു സ്ഥലമുണ്ട്, കുറച്ച് അങ്ങോട്ട് മാറി. നമ്മുടെ ചാപ്പലിൽ സക്രാരി ഇരിക്കുന്ന, നിത്യാരാധന ചാപ്പലിലെ സക്രാരി ഇരിക്കുന്ന സ്ഥലത്താണ് പണ്ട് ഒരു ചൂണ്ടപ്പന നിന്നിരുന്നത്. അൽഫോൻസാമ്മ ഈ വീട്ടിൽ നിന്ന് വിശുദ്ധരുടെ ജീവചരിത്രവും ബൈബിൾ കഥകളുമൊക്കെ എടുത്ത് ആ പനയിൽ പോയിരുന്ന് ചാരിയിരുന്ന് വായിക്കുകയും പ്രാർത്ഥിക്കുകയും സങ്കടങ്ങളൊക്കെ ഈശോയോട് നേരിട്ട് പറയുകയും ചെയ്തിരുന്ന ആ സ്ഥലത്ത്, ആ പന നിന്ന സ്ഥലത്താണ് ഇന്ന് ആ സക്രാരി നാം വെച്ചിരിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ചുവടുകൾ പതിഞ്ഞ ഈ കുടമാളൂർ ഇന്ന് തീർത്ഥാടകരുടെ പുണ്യസ്ഥലമാണ്. അവളുടെ സ്വർഗീയ മാധ്യസ്ഥം തേടി അനേകായിരങ്ങൾ കുടമാളൂരിൽ അവളുടെ കൊച്ചു ഭവനത്തിലെത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം മൂലം ധാരാളം പേർക്ക് ധാരാളം അത്ഭുതങ്ങൾ അൽഫോൻസാമ്മ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാര്യം സാധിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരുന്നു. എൻ്റെ വളരെ അടുത്ത ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വലിയ കോടീശ്വരനാണ്, കൊല്ലത്തുള്ള ആളാണ്. അയാളുടെ ഒരു സഹോദരിക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് എവിടെയെല്ലാം പോയി ചികിത്സിച്ചെന്ന് പറയാനൊക്കില്ല. അതുപോലെ ചികിത്സിച്ചിട്ട് അയാൾ എന്നെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇത് ഒരാളെ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. ഈശ്വരനെ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, പക്ഷേ ആ ഒരു കരുണ പല സ്ഥലത്തും പല രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും വിശ്വാസമായിട്ടുള്ള ഒരു പുണ്യവതിയുണ്ട്. നിങ്ങൾ അവരുടെ ഒരു പഴയ വീടുണ്ട്, ആ വീട് വരിക. നിങ്ങൾ ഇത്രയുള്ള കാര്യമുണ്ട്, നിങ്ങൾ കാറിൽ അയക്കുക, ഇവിടെ വരിക, എന്നെ വിളിച്ച് പറയുക, ഞാൻ കൂടെ വരാം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. അപ്പം ആ വിളിച്ച് പറഞ്ഞ ഒരു ദിവസം വന്ന് ഇവിടെ വന്ന് എന്നെയും കൂടെ കയറ്റി അൽഫോൻസായി പോയി. അവർ വന്ന് ഇവിടെ ഒരു പഴയ വാതിലുണ്ട്,
ഇപ്പോൾ അപ്പുറത്തെ വാതിലാണ് ഇപ്പോൾ. അത് ഇപ്പുറത്തെ ഒരു വാതിൽ പഴയ വീടായിരുന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കയറുന്നത്. അപ്പുറത്തെ വാതിലും ഉണ്ടായിരുന്നു, 2 വാതിലും ഉണ്ട്. അതിൽ ഈ വാതിലിൻ്റെ ഇവിടെ വന്ന് അവർ താഴെ വന്നിട്ട് അത് ചാണകം മെഴിയ സ്ഥലമായിരുന്നു. അതവിടെ വന്ന് മുട്ടുകുത്തിയിട്ട് ആ കട്ടളപ്പടിയിലോട്ട് കമന്നം കിടന്ന് ആ കട്ടളപ്പുഴി മുഴുവൻ കഴുകുന്ന പോലെ ആയിപ്പോയി, കണ്ണുനീരുകൊണ്ട്. ഒരു എഴുന്നേറ്റ് ആ കട്ടിലിൻ്റെ അവിടെ ചെന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. അവർ പോയി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അറിയിച്ചു അവർ പ്രഗ്നൻ്റാണ്, കുട്ടികളില്ലാഞ്ഞിട്ട്. വളരെ പ്രായമുള്ള സ്ത്രീയാണ്, 40 വർഷം ഉണ്ടായിരുന്നു അത്. അതുപോലെ തന്നെ വേറെ ഓരോ ആളുകൾക്ക് ഇതുപോലെ തന്നെ വേറെ 3-4 പേരുണ്ട് കുട്ടികളുണ്ടാകാൻ ഇരുന്നിട്ട് കുട്ടികളുണ്ടായി. അൽഫോൻസാമ്മയുടെ ജന്മഗൃഹമായ ഈ ഭവനത്തിൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന 6:30-ക്കുള്ള വിശുദ്ധ കുർബാന നടക്കുന്നുണ്ട്. ചുറ്റുപാടുമുള്ള എല്ലാ സഹോദരങ്ങളും വന്ന് ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഒരു 9 മണി മുതൽ, ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും 9 മണി മുതൽ 12:45 വരെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ആരാധന നടക്കുന്നുണ്ട്. നാനാജാതി മതസ്ഥരായ സഹോദരങ്ങൾ ഇവിടെ വന്ന് അവരുടെ വിവിധ ആവശ്യങ്ങൾ, അവർക്ക് ജോലി കിട്ടാനും കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ടും മക്കളുണ്ടാകാൻ വേണ്ടി, വിവാഹം നടക്കാൻ, വിവിധ ഭവനങ്ങൾ നിർമ്മിക്കാൻ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് നിയോഗം തരികയും ആരാധനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും വേണ്ടി നിയോഗം വെച്ച് ഒരു രൂപ നന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരിവിടെ വന്ന് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ വന്ന് അവരിവിടെ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ആ ആരാധനയിൽ ഇവരെ നിയോഗം വെച്ച് എല്ലാ ദിവസവും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുമ്പോൾ അവർ നന്ദി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടന്നു വരുന്ന സമയങ്ങളുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് ആരാധന നടത്താൻ അവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. ഇവിടെ വരുന്ന 100 കണക്കിന് 1000 ആളുകൾക്ക് മനസ്സിനും ശരീരത്തിനും സമാധാനവും ശാന്തിയും ആശ്വാസവും പകരുന്ന ഒരു സാന്നിധ്യമായിട്ട് അൽഫോൻസാമ്മയുടെ ഭവനം ഇവിടെ നിലകൊള്ളുന്നു. ഇത് അതിൻ്റെ വിശുദ്ധിയും തനിമയും പാവനതയും ഒന്നും നഷ്ടപ്പെടാതെ ഇന്നും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തരും അഭിമാനത്തോടു കൂടി ഓർമ്മിക്കുന്നു. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൊച്ച് കംപ്ലീറ്റ്ലി ക്യൂവേർഡായി. കൊച്ചിൻ്റെ ആ ചെവിയിൽ നിന്നുള്ള പഴുപ്പ് നിന്നു, സ്മെല്ലും മാറി, കൊച്ചിൻ്റെ ഫീവർ കുറഞ്ഞു, കൊച്ച് പയ്യെ പാല് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഈ സിസ്റ്റർ അലക്കോക്ക് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കൂടെ പോയി. ചിലപ്പോൾ ഒരുപക്ഷെ അൽഫോൻസാമ്മയുടെ ആ ഒരു അത്ഭുതമായിരിക്കും, അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ആ തിരുശേഷിപ്പിൻ്റെ ആ ഒരു ശക്തിയായിരിക്കും എൻ്റെ കുഞ്ഞ് സുഖപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വരുന്ന എല്ലാവരും പറയുന്നൊരു വാചകം ഇതാണ്: ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു ശാന്തി അനുഭവപ്പെടുന്നു. അവർ കുറച്ചു നേരം ഈ കട്ടിലിൽ സമീപത്തിരുന്ന് ഒരു അമ്മയുടെ മടിത്തട്ടിലേക്ക് എന്നവണ്ണം ചാഞ്ഞിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രദേശത്തൂടെയൊക്കെ ഒന്ന് പതുക്കെ നടന്ന് ഒരു പ്രദക്ഷിണം പോലെ ഇറങ്ങി ഈ ഭവനത്തിൻ്റെ പടി കടന്ന് പോകുമ്പോൾ ഒരുപാട് സമാധാനത്തോടു കൂടിയാണ് അവർ പോകുന്നത്. 1988 മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപത മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ കുടമാളൂർ അൽഫോൻസ ജന്മഗൃഹത്തിലേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട മാണി പുതിയിടമച്ചൻ്റെ നേതൃത്വത്തിലാണ് ഈ തീർത്ഥാടനം ആദ്യമായി നടത്തിയത്. കഴിഞ്ഞ 37 വർഷങ്ങളിലായി എല്ലാ വർഷവും ഏകദേശം 25,000-ലധികം ആളുകൾ അതിരൂപതയിലെ എല്ലാ ഫൊറോനകളിലും നിന്നുള്ള കുട്ടികളും മുതിർന്നവരും ഭക്തിപൂർവം ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നു. ദൈവാനുഭവത്തിൻ്റെ ഈ ഭവനത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്ര വഴികളിൽ തണലായി നിന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സന്യസ്തരെയും ഒരു നിമിഷം ഒന്ന് ഓർമ്മിക്കാം.
അൽഫോൻസാമ ഈശോയെ പ്രതി, ഈശോയ്ക്ക് വേണ്ടി പാപികളെ, രോഗികളെ, വേദനിക്കുന്നവരെ നേടിയെടുക്കുവാൻ വേണ്ടി സഹിച്ചു. അതാണ് അൽഫോൻസാമയുടെ സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വില. ഇത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി മറ്റുള്ളതെല്ലാം ഉച്ഛിഷ്ടമായി കരുതി. ക്ലേശമോ, ദുരിതമോ, നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ അൽഫോൻസാമ റെഡിയായിരുന്നു. ഇതുപോലുള്ള സഹനങ്ങളും ക്ലേശങ്ങളും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി സഹിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓരോ വിശുദ്ധരും ലോകത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വഴിവിളക്കുകളാണ്. ഇരുളടഞ്ഞ വഴികളിൽ സ്വർഗത്തിൻ്റെ ചൂണ്ടുപലകകൾ അദൃശ്യമാകാതിരിക്കാനുള്ള വഴിവിളക്കുകൾ. അവർ ജീവിച്ചു വളർന്ന വിശുദ്ധിയുടെ വെൺചാരുതകൾ പരിശീലിച്ച ഭവനവും അന്തരീക്ഷവും നമ്മുടെ ആത്മീയ യാത്രയെയും ഉദ്ദീപിപ്പിക്കും എന്നതിൽ സംശയമില്ല. കുടമാളൂരിലുള്ള വിശുദ്ധ അൽഫോൻസാമയുടെ ജന്മഗൃഹവും തീർത്ഥാടകർക്ക് സമ്മാനിക്കുന്നത് അതേ ദൈവികാനുഭവം തന്നെയാണ്. ആ വിശുദ്ധയെപ്പോലെ പുണ്യങ്ങളിൽ വളരാൻ, ദൈവസ്നേഹത്താൽ നിറയാൻ, എല്ലാറ്റിനുമുപരി ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ പതറാതെ സ്വർഗവഴിയിൽ നടക്കാൻ അവളുടെ ജന്മഗൃഹത്തിലൂടെയുള്ള ഈ വിശുദ്ധ സഞ്ചാരം ഒരാത്മീയ പാഥേയം പോലെ നമുക്കും ശീലമാക്കാം. നന്ദി.